വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ തുടരുകയാണ്. ചാലിയാറിന്റെ തീരങ്ങളിലും മറ്റ് മേഖലകളിലുമാണ് ഇന്ന് തെരച്ചിൽ. ഇരുട്ടുകുത്തി മേഖലയിൽ നിന്ന് ഒരു മൃതദേഹ ഭാഗം തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം ജില്ലയിൽ എത്തും. വിശദാംശങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ വന്ന വിവരങ്ങൾ, ഒരു ശരീരഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ചാലിയാറിലാണ് ഇന്ന് പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത്. രണ്ട് ശരീരഭാഗങ്ങൾ രണ്ടിടങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഇരുട്ടുകുത്തിയിൽ നിന്നും ഒന്ന് ചാലിയാർ മുക്കിൽ നിന്നുമാണ് രണ്ട് ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇത് ഉടൻ തന്നെ നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇത് മനുഷ്യൻ്റെതാണോ എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയൂ എന്നാണ് ഒപ്പമുള്ളവർ പറയുന്നത്. ഏതായാലും വളരെ വിശദമായ തെരച്ചിൽ ഇന്ന് 5 മേഖലകളാക്കി ചാലിയാറിനെ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വിപുലമായ തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ പൂർത്തിയായ ഭാഗങ്ങൾ കൂടിയാണ് ഇത്. പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ സംശയമോ മറ്റോ ഉള്ള ആളുകൾ ഏതെങ്കിലും ഭാഗത്ത് കൂടുതൽ തിരയണമെന്നോ മറ്റോ ആളുകൾക്ക് അഭിപ്രായമുള്ള ഇടങ്ങൾ പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് ഇന്ന് ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി സന്നദ്ധ സംഘടനകളുടെയൊക്കെ പ്രതിനിധികളെ, ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത്. ഓരോ സെക്ടറുകളിലും ആദ്യത്തെ സെക്ടറിൽ, അതായത് സൂചിപ്പാറ മുതലുള്ള ഭാഗത്ത് നിന്ന് 60 പേരാണ് ഉള്ളത്. ഇത് പ്രത്യേകമായി ഇരുട്ടുകുത്തി ഭാഗത്ത് ഇതിൽ പ്രധാനമായും മറ്റുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നില്ല. സേനാംഗങ്ങളും NDRF-ഉം അതുപോലെ ഫയർഫോഴ്സിൻ്റെയും ആളുകൾ മാത്രമാണ് ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നത്. അത് സുരക്ഷ കാരണങ്ങളാണ്. വലിയ വനമേഖലയാണ്, അതുകൊണ്ടാണ് അവിടെ മറ്റാളുകൾക്ക് തെരച്ചിലിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. രണ്ടാമത്തെ സെക്ടറിൽ 10 സന്നദ്ധ അംഗങ്ങളെ കൂടി ഈ സംഘത്തോടൊപ്പം ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് താഴെ വരുന്ന ചാലിയാറിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ പരമാവധി നാട്ടുകാരെ കൂടി സന്നദ്ധ സംഘടനകളുടെയൊക്കെ പ്രതിനിധികളെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ കൂടി ചാലിയാറിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. ചൂരൽമലയിലൊക്കെ ഏതാണ്ട് മുഴുവൻ തന്നെ ഇത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ JCB-കളൊക്കെ പിൻവലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ആളുകൾ സംശയം പറയുന്ന ഭാഗങ്ങൾക്ക് മാത്രമാണ് ഇന്ന് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നത്. ശരത്. ശരി, സ്വാലിഹ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ഇപ്പോൾ വിദഗ്ധ സംഘം, ദുരന്ത നിവാരണ സമിതിയുടെ വിദഗ്ധ സംഘം അത് ഈ ദുരന്ത പ്രദേശങ്ങളിൽ എത്തുന്നു എന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ ഒരു പുതിയ വിവരങ്ങൾ? എത്തിയോ? ഇന്ന് വൈകിട്ടോടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ. അവർ ഇതിൻ്റെ കാരണങ്ങൾ, ഈ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുക. അതേസമയം കേന്ദ്ര സംഘം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ഈ നാശനഷ്ടങ്ങളുടെ പ്രാഥമികമായ കണക്കുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. അത് കൂടുതൽ വിശദമായ ഒരു മെമ്മോറാണ്ടമായി തന്നെ സമർപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതെല്ലാം തരത്തിൽ കാർഷിക മേഖലയിൽ, അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങൾ, വീടുകൾ, ഇതെല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ഈ നാശനഷ്ടങ്ങളുടെ കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അതേസമയം പുതിയ സംഘത്തിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു കാരണമെന്നത് സംബന്ധിച്ച കൂടി വ്യക്തമായ പഠനം ഈ മറ്റു പ്രദേശങ്ങൾ കൂടി, ഈ ചൂരൽമലയുടെ സമീപ ഭാഗങ്ങൾ കൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. ആ നിലയിലുള്ള ഒരു സമഗ്രമായ പഠനത്തിലേക്കും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലേക്കും ദുരന്ത നിവാരണ സംഘം സംസ്ഥാന ദുരന്ത നിവാരണ സമിതി നിയോഗിച്ച വിദഗ്ധ സംഘം വൈകിട്ടോടെ എത്തും. നാളെയും വിവിധ മേഖലകളിലേക്ക് ആ സംഘം സഞ്ചരിക്കും. തെരച്ചിൽ വളരെ ശക്തമായി തന്നെ, വളരെ സജീവമായി തന്നെ പല കോണുകളിലും പല മേഖലകളിലും തുടരുന്നു. മുണ്ടക്കൈ അടക്കം. ഇതെല്ലാമാണ് തത്സമയം ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്ന് സ്വാലിഹ് നൽകിയത്.